ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മുടെ മോഡൽ എക്സാമിന് ഇനി വെറും 15 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. നിങ്ങളെല്ലാവരും നന്നായി തന്നെ പഠിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഫിസിക്സ് പഠിക്കുന്ന ഓരോ കുട്ടിക്കും ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഡെറിവേഷൻസ് ആണ്. പക്ഷേ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞപ്പോൾ പലരും നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്, ഈ ഡെറിവേഷൻസ് ഒന്നും പഠിച്ചിട്ട് വലിയ കാര്യമില്ല, നീ അതൊന്നും പഠിക്കരുത്, നീ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയ ചോദ്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, ന്യൂമറിക്കൽസ് ആണ് കൂടുതലായിട്ട് പഠിക്കേണ്ടത് എന്ന് നിങ്ങളെ പലരും പറഞ്ഞിട്ടുണ്ടാവും. സോ അവരെ ഇങ്ങ് വിളിച്ചുകൊണ്ട് വാടാ. കാരണം അങ്ങനെയല്ല യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതിൻ്റെ തെളിവ് ഞാൻ കഴിഞ്ഞ വർഷത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് തന്നെ നിങ്ങൾക്ക് തെളിയിച്ച് കാണിച്ചു തരാം. എൻ്റെ കയ്യിലുള്ളത് 2025 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഫിസിക്സിൻ്റെതാണ്. സോ നമുക്ക് കൃത്യമായി അനലൈസ് ചെയ്യാം ഡെറിവേഷൻസിൽ നിന്ന് എത്ര മാർക്കിന് ചോദ്യം ഉണ്ടായിരിക്കും, ഏതൊക്കെ ഡെറിവേഷൻസ് ആണ് പഠിക്കേണ്ടത്, ഇനി വരാനിരിക്കുന്ന നമ്മുടെ മോഡൽ എക്സാമിന് അതേപോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആവാനാണോ സാധ്യത എന്ന കാര്യമൊക്കെ കൃത്യമായി തന്നെ അനലൈസ് ചെയ്യാം. നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയ കാര്യമാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ്ലി ഇരുന്ന് തന്നെ കാണുക. ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ ഡെറിവേഷൻസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന കാര്യങ്ങൾ കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നോക്കാം. റെഡിയല്ലേ മക്കളെ? ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിനകത്ത് നമ്മുടെ 2025 മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ സാധിക്കും. എല്ലാവർക്കും അറിയാം 60 മാർക്കിൻ്റെ ചോദ്യമാണ് പരീക്ഷയ്ക്ക് വരിക. മുഴുവൻ ചാപ്റ്ററിൽ നിന്നും ചോദ്യം ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണത് എടുത്തു പറയുന്നത് വെച്ചാൽ, ഈ കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷ വരെ നിങ്ങൾക്ക് ഹോൾ സിലബസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടില്ല. സോ ഇവിടെ നിങ്ങൾക്ക് മുഴുവൻ ചാപ്റ്റേഴ്സ് എന്നുള്ള ചോദ്യവും ഈ പറയുന്ന മോഡൽ എക്സാമിന് ഉണ്ടായിരിക്കും. സോ എല്ലാ ചാപ്റ്റേഴ്സും പൂർണ്ണമായും നിങ്ങളെല്ലാവരും പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്, 2 മണിക്കൂറാണ് ടോട്ടൽ എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയും. തുടങ്ങിയാലോ? നമുക്ക് നോക്കാം. സോ ക്വസ്റ്റ്യൻസിൻ്റെ കാറ്റഗറി മനസ്സിലാക്കുക. ആദ്യം 1 മാർക്കിൻ്റെ ചോദ്യമാണ്. 1 മുതൽ 7 വരെയുള്ളത് 1 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് 5 ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ആ കാറ്റഗറിയിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കില്ല? ഡെറിവേഷൻസ് കാണാൻ സാധിക്കില്ല. 1 മാർക്കിന് ഡെറിവേഷൻസ് ഇല്ലാലോടാ. ഓരോ ചോദ്യവും ഏത് ചാപ്റ്ററിലേതാണ് എന്ന കാര്യം ഞാൻ ആ ചോദ്യത്തിൻ്റെ കൂടെ തന്നെ എഴുതിയിട്ടുണ്ട്. ഒന്ന് നോക്കി മനസ്സിലാക്കിക്കോ. അടുത്ത 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ 5 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. 8 മുതൽ 14 വരെയുള്ളത് 2 മാർക്ക് വീതം. റൈറ്റ്. അതും ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് എന്ന കാര്യം ഞാൻ മെൻഷൻഡ് ആണ്. നെക്സ്റ്റ് വൺ, ഇതൊന്നുമല്ല നമ്മുടെ പ്രാധാന്യം ഡെറിവേഷൻസ് അല്ലേ. നമുക്ക് ഡെറിവേഷൻസിലോട്ട് വരാം. ആദ്യത്തെ ഡെറിവേഷൻ വരുന്നത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിനാണ്. 15ാമത്തെ ചോദ്യമാണ് നമ്മുടെ ആദ്യത്തെ ഡെറിവേഷൻ എന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. S = ut + ½ at² എന്ന് പറയുന്ന ഡെറിവേഷൻ ഗ്രാഫ് ഓറിയന്റഡ് ആയിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ആ ചാപ്റ്ററിൽ നിന്ന് 2 ചോദ്യങ്ങൾക്കാണ് ഏറ്റവും നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഒന്ന് ഈ ഡെറിവേഷൻ ആണ്, അടുത്തത് v² = u² + 2as എന്ന് പറയുന്ന ഡെറിവേഷൻ ആണ്. ഇവയിൽ ഏതെങ്കിലും ഒന്ന് 100% പരീക്ഷയിൽ ചോദിക്കുന്നതാണ്, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. സോ 3 മാർക്കിനാണ് ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അടുത്ത ഡെറിവേഷൻ, നെക്സ്റ്റ് ഡെറിവേഷൻ ചോദിച്ചിരിക്കുന്നത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിനാണ്. നമുക്കറിയാം അതിൽ നിന്ന് ഏത് ചോദ്യമാണ്. നിങ്ങൾ ആ കണ്ണും അടച്ച് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ആംഗുലർ മൊമെന്റവും ടോർക്കുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അത് ഭീമമായ ഒരു ഡെറിവേഷൻ അല്ല. അതിനാൽ തന്നെ 2 മാർക്കിന് മാത്രമാണ് ആ ചോദ്യം പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്, പഠിക്കേണ്ട ചോദ്യമാണ്. നെക്സ്റ്റ് വൺ, അടുത്തെന്ന് പറഞ്ഞു വെച്ചാൽ ഒരു 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ഏത് ചാപ്റ്ററാണ്? തെർമോഡൈനാമിക്സ് എന്നുള്ള ചോദ്യമാണ്. ഐസോതെർമലിൻ്റെ വർക്ക് ഡൺ. നമുക്ക് എല്ലാവർക്കും അറിയാം ഐസോതെർമലിൻ്റെ വർക്ക് ഡൺ തന്നെയാണ് ഏറ്റവും പോസിബിലിറ്റി ഉള്ളത്. അഡയാബാറ്റിക് വലുതാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ചോദ്യ പേപ്പറുകൾ റിപ്പീറ്റ് ചെയ്ത ഐസോതെർമൽ തന്നെയാണ്. അഡയാബാറ്റിക് അധികം ചോദ്യ പേപ്പറുകളിൽ ചോദിച്ചിട്ടില്ല. പിന്നെ ആ ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട കാര്യം നമ്മുടെ സ്വന്തം PV ഡയഗ്രാമാണ്. കാർനോട്ട് സൈക്കിൾ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, അതാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇവിടെ ഐസോതെർമൽ 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ സ്പെസിഫിക് ആയിട്ട് ഡെറിവേഷൻസിന്റെ കാറ്റഗറിയിൽ പെടുത്താൻ സാധിക്കില്ല. എങ്കിലും ഡയമെൻഷണൽ അനാലിസിസിന്റെ അപ്ലിക്കേഷൻ പ്രകാരം ഇവിടെ ചോദിച്ചിരിക്കുന്നത് കൈനറ്റിക് എനർജി ഡെറൈവ് ചെയ്യാനാണ്. 2 മാർക്കിന്റെ ചോദ്യമാണ്. ഇതല്ലെങ്കിൽ ടൈം പീരീഡ് ചോദിക്കാം, സെൻട്രിപെഡൽ ഫോഴ്സ് ചോദിക്കാം. അതാണ് പൊതുവേ കണ്ട് റിപ്പീറ്റ് ചെയ്ത് കാണാറുള്ള ചോദ്യങ്ങൾ കേട്ടോ. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു വെച്ചാൽ വർക്ക് എനർജി ആൻഡ് പവർ എന്നുള്ള ചോദ്യമാണ്. 23ാമത്തെ ചോദ്യം. ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ 3 പോയിന്റുകൾ ABC അറിയാലോ. സോ അത് ഉപയോഗിച്ച് കൃത്യമായി തന്നെ എനർജി കൺസേർവ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. 3 മാർക്കിൻ്റെ ചോദ്യമാണ്. അതിനുശേഷം ചോദിച്ചിരിക്കുന്ന നമ്മുടെ ഓസിലേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഡിറൈവ് ചെയ്യുക. ഈ ചോദ്യം അല്ലെങ്കിൽ അതിൽ നിന്ന് ചോദിക്കാൻ ഏറ്റവും പോസിബിലിറ്റി ഉള്ളത് ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലമാണ്. അതിനും ഇതേ വെയിറ്റേജ് തന്നെയാണ്. കൃത്യമായി തന്നെ അതുകൂടി നിങ്ങൾ പഠിക്കണം. നെക്സ്റ്റ് വൺ, വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ക്ലോസ്ഡ് പൈപ്പിന്റെ ഡെറിവേഷൻ 3 മാർക്കിന് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അടുത്ത ഡെറിവേഷൻസിലോട്ട് കടക്കാൻ പോവുകയാണ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു വെച്ചാൽ മോഷൻ ഇൻ എ പ്ലെയിനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് ഡിറൈവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. 2 മാർക്കേ ഉള്ളൂ കേട്ടോ. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു ഡെറിവേഷൻ ആണ്. സോ അവയ്ക്കൊക്കെ വെയിറ്റേജ് വലുതായിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. ടൈം ഓഫ് ഫ്ലൈറ്റ് ആണെങ്കിലും മാക്സിമം ഹൈറ്റ് ആണെങ്കിലും ഹൊറിസോണ്ടൽ റേഞ്ച് ആണെങ്കിലും എല്ലാം
2 മാർക്കിന് മാത്രമേ ചോദിക്കത്തുള്ളൂ. ടൈം ഓഫ് ഫ്ലൈറ്റ് ആണെങ്കിലും മാക്സിമം ഹൈറ്റ് ആണെങ്കിലും ഹൊറിസോണ്ടൽ റേഞ്ച് ആണെങ്കിലും 2 മാർക്ക് തന്നെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. അതിൽ കൂടുതൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. അതിൻ്റെ കൂടെ പാരലലി ഒരു ന്യൂമറിക്കലാണ് പൊതുവേ കണ്ടുവരാറുള്ളത്. നെക്സ്റ്റ് വൺ ചോദിച്ചിരിക്കുന്ന ബാങ്കിങ് ഓഫ് ഫ്രോഡ് ആണ്. ബാങ്കിങ് ഓഫ് ഫ്രോഡ് 4 മാർക്കിൻ്റെ ചോദ്യമാണ്. പലരുടെയും മനസ്സിൽ വലിയ വെയിറ്റേജിന് അത് ചോദിക്കുന്ന ഒരിക്കലുമില്ല, 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ദെൻ വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ് ഗ്രാവിറ്റേഷൻ ഉള്ള ചോദ്യമാണ്. അത് ചോദിച്ചിരിക്കുന്ന 3 മാർക്കിനാണ്. ഫ്ലൂയിഡ്സിൽ നിന്ന് ഈ വർഷം ഒരേ ഒരു ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ, അതായത് ഒരേ ഒരു ഡെറിവേഷൻ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ. അത് കാപ്പിലറി റൈസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇത്രയും ഡെറിവേഷൻസ് ആണ് പരീക്ഷയിൽ ചോദിച്ചത്. ഫ്ലൂയിഡ്സിൽ നിന്ന് കാപ്പിലറി റൈസിന് അപ്പുറം പ്രാധാന്യം കൊടുക്കേണ്ട ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ബെർണോളിസ് പ്രിൻസിപ്പിൾ, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, പാസ്കൽസ് ലോ, ഇതൊക്കെ വലിയ പ്രാധാന്യം തന്നെ കൊടുക്കുക. പക്ഷേ കഴിഞ്ഞ വർഷം 2025 മോഡലിൽ കാപ്പിലറി റൈസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഡെറിവേഷൻ്റെ കാറ്റഗറിയിൽ ചോദിച്ചത്. പക്ഷേ ആ ചാപ്റ്ററിന് 9 മാർക്ക് വെയിറ്റേജ് 100% ഉറപ്പാണ്. അത്രയും ചോദ്യങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയ ക്വസ്റ്റ്യൻസിൻ്റെ കാറ്റഗറിയിലാണ്. സാർ, ഇത്രയും ചോദ്യങ്ങളല്ലേ ചോദിച്ചിട്ടുള്ളൂ, പക്ഷേ ഇത്രയും ഡെറിവേഷൻസ് പഠിച്ചാൽ എത്ര മാർക്ക് നമുക്ക് കിട്ടും? എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുക എന്നാണ് നിങ്ങളുടെ വിചാരം? മക്കളെ, 31 മാർക്കിനാണ് കഴിഞ്ഞ മോഡൽ എക്സാമിന് ഡെറിവേഷൻ ചോദിച്ചത്. 31 മാർക്ക്, അഥവാ 50% കൂടുതൽ മാർക്ക് നിസ്സാരമായിട്ട് ഡെറിവേഷൻസിലൂടെ മാത്രം നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 30 മാർക്ക് ഡെറിവേഷൻസ് കൊണ്ട് മാത്രം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ആരെങ്കിലും ഇനി ഡെറിവേഷൻസ് പഠിക്കേണ്ട, ക്രിസ്മസ് പരീക്ഷയിൽ ഡെറിവേഷൻസ് കുറവാണ്, മോഡൽ എക്സാമിനും ഡെറിവേഷൻസ് ഉണ്ടാവില്ല എന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെങ്കിൽ അവയ്ക്ക് ചെവി കൊടുക്കാതിരിക്കുക. കൃത്യമായി തന്നെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഡെറിവേഷൻസ് മനസ്സിരുത്തി പഠിക്കുക. ഡെറിവേഷൻസ് ഒരു തവണ എഴുതിയാൽ മനസ്സിലാവാത്ത മക്കളുണ്ടാവും, എനിക്കറിയാം. ഒന്നിൽ കൂടുതൽ തവണ ഒരു പുസ്തകം നിങ്ങൾ, ഒരു നോട്ട്ബുക്ക് നിങ്ങൾ ഡെറിവേഷൻസിന് മാത്രം മാറ്റിവെച്ച് എഴുതി തന്നെ പഠിക്കുക. എല്ലാ ഡെറിവേഷൻസും പഠിക്കുക. ഇന്നത് മാത്രമേ ചോദിക്കുള്ളൂ എന്ന കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഗ്രാവിറ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 8ഓളം ഡെറിവേഷൻസ് ആ ചാപ്റ്ററിൽ തന്നെയുണ്ട്. സോ അതെല്ലാം മാറി ചോദിക്കുന്ന ഡെറിവേഷൻസ് ആണ്. സോ എല്ലാത്തിനും പ്രാധാന്യം കൊടുത്ത് എല്ലാം പഠിച്ചെടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാരണം മോഡൽ എക്സാമിന് നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നിങ്ങൾ പഠിച്ചത് ഗംഭീരമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു അടിപൊളി സ്റ്റഡി പ്ലാനുമായിട്ട് സൈലം ഈ വരുന്ന 4-ാം തീയതി ഫെബ്രുവരി 4-ന് വരുന്നുണ്ട്. അപ്പോഴേക്കും നിങ്ങളുടെ സ്കൂളിൽ അറ്റൻഡൻസ് ഒക്കെ ക്ലോസ് ചെയ്യുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കാരണം എന്തുകൊണ്ട് 4-ാം തീയതി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഡേ ടൈം എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ലൈവ് പ്രോഗ്രാമാണ് സൈലം പ്ലാൻ ചെയ്യുന്നത്. അതായത് രാത്രി മാത്രമുള്ള ലൈവ് പ്രോഗ്രാമിനപ്പുറം ഡേ ടൈം കൂടി നിങ്ങളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ, ഹോൾ ഡേ നമുക്കിരുന്ന് പഠിക്കാൻ സാധിക്കുന്ന രീതിയിൽ വളരെ എഫക്റ്റീവായി സ്റ്റഡി പ്ലാൻ തന്നെ നിങ്ങൾ കാത്തിരിക്കുക. സൈലം കൂടെയുണ്ട്. ഡെറിവേഷൻസ് നന്നായി തന്നെ പഠിക്കുക. ഫിസിക്സ് നമ്മൾ എന്തായാലും തൂക്കിയിരിക്കും. കോൺഫിഡൻ്റ് ആയിരിക്കുക. വെട്ടറി നിശ്ചയം.